വയനാട് പുനരധിവാസം വൈകുന്നതിൽ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ക്രിസ്മസ് സന്ദേശം. പുത്തുമലയിലെ പുൽക്കൂട് പരാമർശിച്ചായിരുന്നു ബാവയുടെ പരാമർശം. ഉരുൾപൊട്ടലിൽ 3 മക്കളെയും നഷ്ടമായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കായി തീർത്ത പുൽക്കൂട് നാം കാണണമെന്നും ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും വൈകരുതെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. കോട്ടയം പഴയ സെമിനാരിയിൽ നടന്ന തിരുപ്പിറവിയുടെ പ്രത്യേക ചടങ്ങിലായിരുന്നു ബാവയുടെ ക്രിസ്മസ് സന്ദേശം. വയനാട്ടിൽ ചൂരമലയിലുണ്ടായ ആ വലിയ ദുരന്തത്തിലെ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പുൽക്കൂട് അവരുടെ വീട് ഇരുന്നിരുന്നതായ സ്ഥലത്ത് കൊണ്ട് വെച്ചു. അവിടെ വീട് വയ്ക്കുവാനും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും മറ്റൊരു സ്ഥലമില്ല. സമാധാനം നഷ്ടപ്പെട്ടതായ ആ സമൂഹത്തിന് സമാധാനം കൊടുക്കുവാൻ, അവർക്ക് ഭവനമുണ്ടാകുവാൻ, അവർക്ക് വീണ്ടും ജീവിക്കുവാൻ, എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരിടമുണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. അത് നമ്മളെല്ലാവരുടെയും സഹകരണത്തിലുണ്ടാകണം. ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവിടെയെല്ലാം നമ്മുടെ കൈത്താങ്ങൽ സമാധാനമില്ലാതെ മാനസിക വ്യഥ അനുഭവിക്കുന്ന ആളുകളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും ക്രിസ്മസ് സന്ദേശത്തിൽ ഊന്നി പറഞ്ഞത് വയനാട് പുനരധിവാസത്തിലെ വീഴ്ചയാണ്. മാസങ്ങൾ ഇത്രയായിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് തങ്ങളുടെ ഭവനങ്ങളും തങ്ങളുടെ വാസസ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രത്യാശ പകരുന്ന, അവരുടെ അനുഭവങ്ങളിൽ പങ്കുചേരുന്ന ഈ തിരുപ്പിറവി നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം.